ശാലിനി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സാഹചര്യം ശാലിനി പറഞ്ഞല്ലോ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് LDF ഒരുങ്ങുന്നു, ഇടതുമുന്നണി ഒരുങ്ങുന്നു, ഇടതുമുന്നണി യോഗം ശനിയാഴ്ച ചേരാനിരിക്കുന്നു എന്നുള്ളത് എന്തൊക്കെ സൂചനകൾ കിട്ടുന്നുണ്ട്? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഉടൻ തന്നെ ഒരുപക്ഷെ ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യവാരത്തോടു കൂടി വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള നടപടികൾ മുന്നണികളെല്ലാം തന്നെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വരികയാണ്. കോൺഗ്രസിന്റെ യോഗങ്ങൾ, മറ്റ് നടപടികളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നു. മറുവശത്ത് CPM CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് നീക്കാനുമുള്ള ചർച്ചകൾ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ശനിയാഴ്ച ഇടതുമുന്നണി യോഗം ചേരാൻ പോകുന്നത്. 11, 12 തീയതികളിൽ CPMന്റെ നേതൃയോഗങ്ങളും ചേരുന്നുണ്ട്. 19 സീറ്റിൽ 4 സീറ്റാണ് CPIക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. ഈ 4 സീറ്റുകളുടെ കാര്യത്തിൽ കൃത്യമായ വ്യക്തത CPI വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ചർച്ചകൾ ഏകദേശ ധാരണയിലെത്തി അല്ലെങ്കിൽ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് 15 സീറ്റുകളിലേക്കുള്ള CPMന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിനു ശേഷം ആ സ്ഥാനാർത്ഥി പട്ടിക 2-3 പേരടങ്ങുന്ന ജില്ലാ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അംഗീകരിച്ചായിരിക്കും അന്തിമമായിട്ടൊരു പട്ടികയിലേക്ക് സംസ്ഥാനം എത്തുക അല്ലെങ്കിൽ CPM എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അവരുടെ ചട്ടവും നിയമവും അത് തന്നെയാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വിഭാഗീയതയും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും പാർട്ടി പോകുമോ എന്നുള്ളത് ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ജില്ലകളിൽ ചർച്ച ചെയ്യുന്ന സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ CPM സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന നേതൃയോഗങ്ങളിലും ഒക്കെ തന്നെ ചർച്ചയാകും. 11, 12 തീയതികളിൽ CPM നേതൃയോഗങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും CPIയുടെ നിർവാഹക സമിതി യോഗവും ഉടൻ തന്നെ ചേരുന്നുണ്ട്. ഈ 2 യോഗങ്ങൾക്ക് ശേഷം ഒരു അന്തിമ പട്ടിക, ഈ 19 സീറ്റുകളിൽ മത്സരിക്കുന്ന CPM CPI സ്ഥാനാർത്ഥികളുടെ പട്ടിക അന്തിമമായി അറിയാൻ സാധിക്കും. ഒപ്പം തന്നെ അതിനു മുൻപ് 10-ന് LDF യോഗത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകളും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കോട്ടയം സീറ്റ് പുറമെ പത്തനംതിട്ട സീറ്റ് കൂടി കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ CPMന്റെ സിറ്റിംഗ് സീറ്റായ പത്തനംതിട്ട വിട്ടുപോകുന്നതിൽ അഭിപ്രായ ഏകീകരണം ആയിട്ടുമില്ല. ഒരുപക്ഷെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും ചർച്ചകളിലേക്കും വിഭാഗീയതയിലേക്കും ഒക്കെ തന്നെ എത്തും എന്നുള്ളതിൽ സംശയമില്ല. നമ്മൾ കണ്ടതാണ് മുൻപൊക്കെ തന്നെ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തമ്മിൽ അടിയൊക്കെ തന്നെ CPMനുള്ളിൽ ഉണ്ടാകാറുണ്ട്. അത് സമാനമായി തന്നെ ഇക്കുറിയും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അത്തരത്തിലുള്ള പ്രശ്നപരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് ഇപ്പോൾ CPM നടത്തുന്നത്. എന്തായാലും CPMഉം CPIയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ അതിന്റെ അവസാന ലാപ്പിലേക്ക് കൂടിയാണ് മുന്നണികൾ സംസ്ഥാനത്ത് നടത്തുന്നത്. ലക്ഷ്മി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.